ബീഹാറിൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 121 മണ്ഡലങ്ങളിൽ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. പട്ന, വൈശാലി, മുസഫറാപൂർ, ഗോപാൽഗഞ്ച് തുടങ്ങിയ മേഖലകളിലെ മണ്ഡലങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ വിധിയെഴുതും. ബീഹാറിൽ 160 വരെ സീറ്റുകളിൽ NDA വിജയിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വ്യക്തമാക്കിയിരുന്നു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനൊപ്പം ചേരുന്നു. ജിഷ്ണു, വോട്ടെടുപ്പ് ഇങ്ങെത്തി. എത്രമാത്രം പ്രചാരണ ആവേശമാണ് ബീഹാറിൽ കാണാനാകുന്നത്? കൃഷ്ണാജ, പ്രചാരണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക്, അതായത് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മേഖലകളിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. നാളെ പരസ്യപ്രചരണത്തിൻ്റെ സമയം അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം ശക്തമാക്കിയിട്ടുണ്ട്. അവസാന ഘട്ടത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വൻ റാലികളും പൊതുപരിപാടികളുമാണ് ഇന്ത്യ മുന്നണിയും ഒപ്പം NDAയും നടത്തുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പട്നയിൽ റാലി നടത്തിയിരുന്നു. 18 ജില്ലകളിലായി 121 മണ്ഡലങ്ങൾ, 18 ജില്ലകളിലെ 121 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. നാളെ പരസ്യപ്രചാരണം അവസാനിക്കും. മറ്റന്നാൾ നിശബ്ദ പ്രചരണം. 6-ാം തീയതിയാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട വോട്ടെടുപ്പ്. RJDയും കോൺഗ്രസും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ വോട്ടറധികാർ യാത്ര ഉൾപ്പെടെ നടത്തിക്കൊണ്ട് കളം പിടിക്കാനും ജനങ്ങളെ സ്വാധീനിക്കാനുമുള്ള ഒരു ശ്രമം നടത്തിയെങ്കിൽ പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വ്യക്തമായ മേൽക്കൈ നേടാൻ BJPക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ബീഹാറിലെ രാഷ്ട്രീയ വിലയിരുത്തൽ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിക്കൊണ്ടും ഒപ്പം RJDയുടെ ജംഗിൾ രാജ് ഭരണം ഓർമ്മിപ്പിച്ചുകൊണ്ടുമാണ് NDA പ്രചാരണം നയിക്കുന്നത്. മറുവശത്ത് ഒരുമിച്ച് നിൽക്കാൻ, സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള വിവിധ കാരണങ്ങളാൽ ഒരുമിച്ച് നിൽക്കാൻ, കൂട്ടായി മുൻപോട്ട് പോകാൻ ഇന്ത്യ മുന്നണിക്ക് സാധിക്കാത്തതും അവരുടെ പ്രചാരണത്തെ ബാധിച്ചിട്ടുണ്ട്. ഏതായാലും വികസനവും തൊഴിലും ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ബീഹാറിൽ ഏറ്റവും കൂടുതൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നത്. അവിടെ വികസനം എത്തിക്കുന്നതിനും ഒരു മാറ്റം കൊണ്ടുവരുന്നതിനും BJPക്ക് സാധിച്ചു എന്ന നിലപാട് ബീഹാറിലെ ജനങ്ങൾക്ക് ഒരു പരിധി വരെയുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും NDAയ്ക്കും ഉറപ്പാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഒപ്പം മറ്റ് ചെറിയ പാർട്ടികൾ, ജൻസുരാജ് പാർട്ടി ഇത്തവണ മുഴുവൻ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. മുൻപ് തെരഞ്ഞെടുപ്പ് ഗവേഷണങ്ങൾ നടത്തിയിരുന്ന വ്യക്തി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പാർട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് ബീഹാറിലുടനീളം പ്രചാരണം നടത്തുന്നുണ്ട്. എങ്കിൽ പോലും അഭിപ്രായ സർവേകൾ ഉൾപ്പെടെ സൂചിപ്പിക്കുന്നത് പ്രശാന്ത് കിഷോറിൻ്റെ ജൻസുരാജ് പാർട്ടിക്ക് പരമാവധി 1-2 സീറ്റുകൾ ലഭിച്ചേക്കാം എന്നത് മാത്രമാണ്. അതുകൊണ്ട് മത്സരം നടക്കുന്നത് BJPയും JDUവും നേതൃത്വം നൽകുന്ന NDAയും RJDയും തമ്മിൽ തന്നെയാണ്. അവിടെ കോൺഗ്രസും ഇടതു പാർട്ടികളും പോലും അപ്രസക്തമാണ്, അല്ലെങ്കിൽ വലിയ പ്രസക്തിയില്ല എന്ന് വേണം രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലും വിശദീകരണവും പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ. ഏതായാലും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ, അത് പട്നയും മുസഫറാപൂരും ഗോപാൽഗഞ്ചും ഉൾപ്പെടെ വൈശാലിയും നളന്ദയും ഉൾപ്പെടെയുള്ള മേഖലകളിലെ 121 മണ്ഡലങ്ങളാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ഇവിടങ്ങളിൽ പരസ്യ പ്രചരണത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കൃഷ്ണരാജ്. ജിഷ്ണു, പ്രധാനമന്ത്രി വന്നപ്പോഴത്തെ ആളിളക്കം അതൊരു കോളിളക്കമായിരുന്നു. വലിയ ആത്മവിശ്വാസത്തിലാണ് BJP എന്നും അറിയാം. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന, പ്രചാരണം ആവേശത്തിലാകുന്ന ഇടങ്ങളിൽ നിൽക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? NDAയുടെ ഒറ്റക്കുതിപ്പോ? കൃഷ്ണാജി, കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ നടത്തുമ്പോൾ, അതായത് ജനങ്ങളുമായി സംസാരിക്കുമ്പോഴും വികസനത്തിനൊപ്പമാണ് ജനങ്ങൾ എന്നുള്ളത് വളരെ കൃത്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പട്നയിലും അതിനു മുൻപ് ബസ്കർ മേഖലയിലും എല്ലാം തന്നെ നമ്മൾ ജനങ്ങളുമായി സംസാരിച്ചിരുന്നു. അവിടെയെല്ലാം തന്നെ ജനങ്ങൾ വികസനത്തിനൊപ്പം നിൽക്കുന്നു. ബീഹാറിലൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റത്തിൽ നിന്ന് തിരിച്ചു പോകാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇത്തവണ RJDയും അതിശക്തമായിട്ടുള്ള മത്സരം നടത്തുന്നുണ്ട്. കഴിഞ്ഞ തവണ 2020-ൽ 75 സീറ്റുകൾ നേടിക്കൊണ്ട് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നുവെങ്കിൽ പോലും ഘടകകക്ഷികൾ ആവശ്യമായിട്ടുള്ള പെർഫോമൻസ് നടത്താത്തതുകൊണ്ട്, കോൺഗ്രസും ഇടതു പാർട്ടികളും ആവശ്യമായിട്ടുള്ള പ്രകടനം നടത്താത്തതുകൊണ്ട് തന്നെ ഭരണം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരു മുന്നിലേക്ക് എത്താൻ ഇന്ത്യ മുന്നണിക്കും RJDക്കും സാധിച്ചിരുന്നു. അതുകൊണ്ട് ഇത്തവണ കോൺഗ്രസിനെ ഉൾപ്പെടെ പരിഗണിക്കാതെ കൂടുതൽ സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിച്ചുകൊണ്ട് എന്തെങ്കിലും മുന്നേറ്റം ഉണ്ടാക്കാനാകുമോ എന്ന ശ്രമം RJDയും നടത്തുന്നുണ്ട്. അതിശക്തമായിട്ടുള്ള പ്രചാരണം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികസന പ്രവർത്തനങ്ങൾ, കിസാൻ സമ്മാൻ നിധി, ഒപ്പം സ്ത്രീകൾക്കും യുവാക്കൾക്കും ഗുണകരമാകുന്ന പദ്ധതികൾ, ഇവയെല്ലാം പ്രഖ്യാപിച്ചുകൊണ്ട് NDAയും പ്രചാരണം ശക്തമാക്കുകയാണ്. അതുകൊണ്ട് ഒരു ശക്തമായിട്ടുള്ള പോരാട്ടം BJP JDU നേതൃത്വം നൽകുന്ന NDAയും RJDയും തമ്മിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കൃഷ്ണരാജ്. ശരി, ബീഹാറിൽ പ്രചാരണാവേശമാണ്. വോട്ട്
പരസ്യപ്രചാരണം നാളെ 121 മണ്ഡലങ്ങളിൽ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. വലിയ ആവേശമാണ് അവിടെ. ബീഹാറിൽ NDAയുടെ മുന്നേറ്റം തന്നെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.